ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു വീട് പണിയാണെങ്കിലും അത്യാവശ്യം നമുക്ക് സൗകര്യം കാര്യങ്ങൾ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഫിനിഷിംഗ് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങൾ, അതായത് വീടിൻ്റെ അകത്ത് വരുന്ന ഏരിയാസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു വീഡിയോ ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ പോയിൻറ്റുകൾ, അതായത് കണക്ഷൻ പോയിൻറ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബാത്റൂമുകൾ നമ്മൾ ഒറ്റ ലെയറിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആദ്യമേ തന്നെ വാഷ് ബേസിൻ, പിന്നെ അത് സെൻട്രലാണെങ്കിൽ നമുക്ക് ഡൈവേർട്ടറിൻ്റെ സിസ്റ്റത്തേക്കാൾ നല്ലത് ക്ലോസറ്റിൻ്റെ കൊടുത്തതിന് ശേഷം അങ്ങേയറ്റത്തേക്ക് മാത്രം നമുക്ക് ഡൈവേർട്ടർ സിസ്റ്റം കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും, അതായത് സെപ്പറേഷൻ വരുന്ന രീതിയിൽ റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം നമ്മൾ പണിയുന്ന സമയത്ത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമുകളാണെങ്കിൽ ഏറ്റവും നല്ലത്. കണ്ടോ, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 6 അടി കട്ടിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇടാവുന്ന രീതിയിലുള്ള ഏരിയയാണ്. അതുപോലെ തന്നെ ബാത്റൂം അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂംസാണ്. അതുപോലെ തന്നെ ഹാളിലാണെങ്കിലും ഡൈനിങ് ഏരിയ ആണെങ്കിലും ഹാളാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു വിസിറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഡൈനിങ്ങിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഡൈനിങ് ആണെങ്കിൽ ലിവിങ് ഏരിയയും ജസ്റ്റ് ഒരു സെപ്പറേഷൻ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ കിച്ചൻ്റെ ഏരിയ വരുന്ന കിച്ചൻ്റെ ഏരിയയിൽ ടൈല് കാര്യങ്ങൾ മൊത്തം ടൈൽ ഒട്ടിക്കണം നിർബന്ധമില്ല, ഫുൾ ടൈൽ ഒട്ടിക്കണം നിർബന്ധമില്ല. ഏറ്റവും കുറഞ്ഞത് 1 അടി അല്ലെങ്കിൽ 1.5 അടി ഹൈറ്റിലെങ്കിൽ 2 അടി മാക്സിമം പോയി ഒട്ടിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കും. പിന്നെ അവിടെ നമുക്ക് കബോർഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് സ്റ്റെയറിൻ്റെ ഏരിയ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. പല ഡിസൈനുകൾ വരുന്നുണ്ട്, സ്റ്റീലിൻ്റെ വരുന്നുണ്ട്, മരത്തിൻ്റെ വരുന്നുണ്ട്, എല്ലാം തന്നെ ഡിസൈനുകൾ വരുന്നുണ്ട്. അപ്പോൾ ഗ്ലാസിൻ്റെ വേണമെങ്കിൽ ഗ്ലാസിൻ്റെ സെലക്ട് ചെയ്യാം. ഗ്ലാസിൻ്റെ ആകുമ്പോൾ ഹൈ കോസ്റ്റ്ലി ആണ്. കുട്ടികൾ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഗ്ലാസ്സൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അതിനേക്കാൾ ബെറ്റർ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീലാണെങ്കിൽ കുറച്ചുകൂടി ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം റൂമിന് അത്യാവശ്യം വലിപ്പം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ബാത്റൂമിനെ അപേക്ഷിച്ച് റൂമുകൾക്കായിരിക്കണം നല്ല വലിപ്പം ഉണ്ടാവേണ്ടത്. കാരണം നമ്മളൊരു 6 അടി വരുന്ന ഒരു കട്ടിലിട്ടിട്ട് ഒരു കബോർഡ് ചെയ്താലും, കബോർഡിൻ്റെ ഒരു അലമാര സിസ്റ്റം ചെയ്താലും, ജസ്റ്റ് ഒരു ടേബിളും കൂടി ഇടാനുള്ള ഗ്യാപ്പ്, അത് കഴിഞ്ഞാലും ബാത്റൂമിൻ്റെ അകത്ത് അത്യാവശ്യം ബെഡ്റൂമിൻ്റെ അകത്ത് അത്യാവശ്യം സ്പേസ് കിട്ടാവുന്ന ബെഡ്റൂംസ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഒരു കൺജസ്റ്റഡ് രീതിയിൽ നമുക്ക് എഫക്റ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ ഇതിപ്പോൾ ഓൾറെഡി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബിൽഡേഴ്സ് പണിതിരിക്കുന്നതാണ്. അതായത് ഇതിപ്പോൾ സെയിലിന് വേണ്ടിയിട്ടിരിക്കുന്ന വീടാണ്. സെയിലിനിട്ടിരിക്കുന്ന വീടാണെങ്കിൽ കൂടി നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും, നല്ല നീറ്റായിട്ട് വീട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഇത് ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് കാര്യങ്ങളിൽ തന്നെ ഹൈ കോസ്റ്റ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് കൺസീൽഡ് ഫ്ലഷ് കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കോമൺ വാഷ് ബേസിൻ്റെ ഏരിയ അതെല്ലാം തന്നെ നല്ല ഹൈ സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു തെറ്റിദ്ധാരണയുണ്ട്, അതായത് വിൽക്കാൻ വേണ്ടി പണിയുന്ന വീടുകളെല്ലാം തന്നെ മോശമാണെന്നൊരു ചെറിയ അഭിപ്രായമുണ്ട്. പക്ഷേ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കും, അത്യാവശ്യം നല്ല ഹൈ സെറ്റപ്പിൽ തന്നെ ചെയ്തിരിക്കുന്ന വീടാണ് ഈ കാണുന്നത്. അതായത് വിൽക്കാൻ വേണ്ടി പണിയുന്ന രീതിയാണെങ്കിലും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയുള്ള കോൺട്രാക്ടർമാരും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്ത് ക്ലിയർ ചെയ്യുന്ന ഒരുപാട് നമുക്ക് കേസുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വില്ല പ്രൊജക്ട്സ് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വരിക്കുന്ന വീടുകളിലാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയൽ കാര്യങ്ങളെ കുറിച്ചിട്ടും അതിനെ പ്ലഗ് പോയിൻറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് താല്പര്യമാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സെക്ഷൻ വേണമെങ്കിൽ നമുക്ക് ഒരു വീടിൻ്റെ റൂമിൻ്റെ അളവുകൾ മാക്സിമം നമുക്ക്, അല്ലെങ്കിൽ ഒരു മിനിമം നമുക്ക് എത്രയായിരിക്കണം, സ്വിച്ച് ബോർഡുകൾ എങ്ങനെയായിരിക്കണം, ഏത് ഏരിയകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സൗകര്യപ്രദം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വീടുകളുടെ ഓരോ സെക്ഷനെ കുറിച്ചിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.